റെയിൽവേ സ്റ്റേഷനിൽ മൃഗസ്നേഹം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി പണി കിട്ടും. തെരുവ് പട്ടികൾ ഒരുപാട് കൂടി വരികയാണ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ ചില സമയത്ത് കാണുമ്പോൾ നമുക്കൊരു പാവമൊക്കെ തോന്നും. കാരണം ഈ തെരുവ് നായ്ക്കൾ എന്നൊക്കെ പറയുമെങ്കിലും അവരെ കാണുമ്പോൾ ഒരു ഇത് തോന്നും. നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇവരടുത്ത് വന്ന് നിൽക്കും, നോക്കും. സോ നമ്മൾ എന്തെങ്കിലും വല്ല ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കോമൺ ആയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഇനി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപയാണ് ഫൈന്. ഇപ്പൊ റെയിൽവേ അത് സ്ട്രിക്റ്റ് റൂൾ ആക്കിയിരിക്കുകയാണ്. ഇനി ആരും അറിയാതെ പോയിട്ട് പട്ടികൾക്ക് ഫുഡ് കൊടുക്കണ്ട, കാരണം അത് ഫൈന് കിട്ടും. അതുകൊണ്ട് പാവം വിചാരിച്ചിട്ടൊന്നും ആരും ഫുഡ് കൊടുക്കാൻ പോകണ്ട. റെയിൽവേ സ്റ്റേഷനിൽ അത് സ്ട്രിക്റ്റ് ആണ്. ശരിക്കും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ റെയിൽവേയിൽ പട്ടികൾ എവിടുന്ന് വരുന്നു, ആ പട്ടികളെ അവിടുന്ന് മാറ്റാനുള്ള സംഭവം കൂടി അവർ ചെയ്യേണ്ടതാണ്. കാരണം ഒരുപാട് യാത്രക്കാർ വരുന്ന സ്ഥലമാണ്. ഇവരൊക്കെ അവിടെ ഇരിക്കുമ്പോൾ എന്തായാലും കോമൺ ആയിട്ട് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ തോന്നും. അത് സ്വാഭാവികമാണ്. ഇതിൽ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല പേവിഷബാധ ഉള്ള പട്ടികളൊക്കെ ആണെങ്കിൽ കടിച്ചു കഴിഞ്ഞാൽ നല്ല പണിയായി. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് റെയിൽവേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. സംഭവം മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് പൊള്ളും. കാരണം ഒരു മിണ്ടാപ്രാണിക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്താ തെറ്റ് എന്നൊക്കെയാവും അവർ ചോദിക്കുക. പക്ഷെ ഇത് 1-2 മൃഗങ്ങളല്ല. തെരുവ് പട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ ഇഷ്ടം പോലെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ പാവങ്ങളായിട്ടുള്ള പട്ടികളും ഉണ്ടാവും, കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള പട്ടികളും ഉണ്ടാവും. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചറിയാനൊന്നും കഴിയില്ല. യാത്രക്കാർക്ക് അത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം റെയിൽവേ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്. ഇതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇതുപോലെ പല കാര്യങ്ങളും റെയിൽവേ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ട്രെയിനുകളുടെ അവസ്ഥ, ബാത്റൂമിലേക്കൊക്കെ കയറാൻ പറ്റില്ല. ചില ട്രെയിനുകളൊക്കെ ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം മാറ്റം വരണം. പതുക്കെ പതുക്കെ വരുമായിരിക്കും.